ഹിൻഡൻബർഗ് റിപ്പോർട്ട് തള്ളി അദാനി ഗ്രൂപ്പ് രംഗത്ത്. കണ്ടെത്തൽ വസ്തുതാവിരുദ്ധവും അവാസ്തവമാണെന്ന് പ്രസ്താവന പുറത്തിറക്കി. റിപ്പോർട്ട് തന്ത്രപരമായ ഗൂഢലക്ഷ്യം ഉന്നമിട്ടെന്ന പ്രസ്താവനയിൽ അദാനി ഗ്രൂപ്പ് ആരോപിച്ചു. അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട്. അർജുൻ, ഈ രണ്ടാം ഘട്ടത്തിലെ ഈ വെളിപ്പെടുത്തൽ സംബന്ധിച്ച് എന്താണ് അദാനി ഗ്രൂപ്പിന് പറയാനുള്ളത്? പ്രധാനമായിട്ടും ഈ ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ട് സൂചിപ്പിച്ചത് അദാനി ഗ്രൂപ്പിന്റെ വിദേശ നിഴൽ കമ്പനികളിൽ സെബി ചെയർപേഴ്സണും കൂടി ഓഹരി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ്. പക്ഷേ ഇത് പൂർണ്ണമായിട്ടും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ അദാനി ഗ്രൂപ്പ് രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന വ്യക്തികൾക്കൊന്നും തന്നെ അവരുമായിട്ട് അദാനി ഗ്രൂപ്പിന് ബിസിനസ് ബന്ധങ്ങളില്ല. അതായത് ഈ സെബി ചെയർപേഴ്സൺ മാധവി ബുച്ചുമായിട്ട് ബിസിനസ് ബന്ധമില്ല എന്നുള്ള കാര്യം, അതുപോലെ തന്നെ ഹിൻഡൻബർഗിന്റെ ഇപ്പോഴത്തെ റിപ്പോർട്ട് അത് അടിസ്ഥാന വിരുദ്ധമാണ്. മാത്രമല്ല ചില തന്ത്രപ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ തന്ത്രപരമായിട്ടുള്ള ഗൂഢലക്ഷ്യം ഉന്നമിട്ടുകൊണ്ട് ചില വ്യക്തിഗത ലാഭങ്ങൾ ഉന്നമിട്ടുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഹിൻഡൻബർഗ് തയ്യാറാക്കിയിരിക്കുന്നതും അതുപോലെ തന്നെ ഇന്ത്യയിൽ നടക്കുന്ന ഈ നടപടികൾ അല്ലെങ്കിൽ ഹിൻഡൻബർഗ് നേരിടുന്ന നടപടികൾ അതിനെതിരെ ഉള്ള ഒരു നീക്കമെന്ന രീതിയിലാണ് ഇപ്പോൾ എന്തായാലും ഈ റിപ്പോർട്ട് ഹിൻഡൻബർഗ് പുറത്തുവിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് അദാനി ഗ്രൂപ്പ് പറയുന്നത്. ഇതേപോലെ തന്നെ റിപ്പോർട്ട് തള്ളിക്കൊണ്ട് ഈ സെബി ചെയർപേഴ്സൺ മാധവി ബുച്ചും രംഗത്തെത്തിയിട്ടുണ്ട്. അവരും ഇത്തരത്തിൽ വ്യക്തിഹത്യ നടത്തുന്നു എന്നുള്ള കാര്യമാണ് ഈ ഹിൻഡൻബർഗിനെതിരെ ആരോപിക്കുന്നത്. ശരി, അദാനിയുടെ വിശദീകരണം സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അർജുൻ പീതാംബരൻ നൽകിയത്.